നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു SFI ഗവർണർ പോരാട്ടത്തിന് വേദിയായിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ ദിവസം SFIയുടെ പോരാട്ട വീര്യം കേരളം കണ്ടതാണ്. സർവകലാശാല ആസ്ഥാനത്ത് കണ്ണൂരിലടക്കം SFIയുടെ പോരാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടത് സംഘടനകൾ തെരുവുകളിലും മറ്റിടങ്ങളിലും സമരം നടത്തിയതും ഗവർണറെ വഴിയിൽ തടഞ്ഞതുമൊക്കെ നാം കണ്ടതാണ്. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന ആരോപണം ഉയർത്തിയാണ് SFI ഗവർണർക്കെതിരെ പോരാട്ടം അന്ന് ശക്തമാക്കിയത്. എന്നാൽ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറും സമാനമായ രീതിയിൽ ഇടപെടുന്നു. അതിനെതിരെയുള്ള പോരാട്ടം SFI നടത്തുന്നു, പോരാട്ടവുമായി രംഗത്തിറങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വിഷയം വളരെ കലുഷിതമായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മുൻ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹത്തെ വഴിയിൽ തടയുന്നു, അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നു, പോരാട്ടം പ്രതിഷേധമൊക്കെയായി രംഗത്ത് വരുന്നു. പിന്നാലെ അദ്ദേഹം SFIക്കെതിരെ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതായത് റോഡിലിറങ്ങുന്നു, കസേരയിട്ട് ഇരിക്കുന്നു. അതിനുശേഷം കേന്ദ്രത്തെ വിളിച്ച് തനിക്ക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സുരക്ഷ വേണം എന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള നാടകീയ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ഗവർണർക്കെതിരെയും സമാനമായ ഒരു പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഗവർണറും അത്തരത്തിലൊരു സുരക്ഷ ആവശ്യപ്പെടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത്. CRPF ഇറങ്ങുമോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറിനായി എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. മുൻ ഗവർണർക്ക് വേണ്ടി CRPF സുരക്ഷാ കേന്ദ്രം അനുവദിച്ചിരുന്നു. മാത്രമല്ല ആ ഗവർണർ മാറിയതോടെ, പുതിയ ഗവർണർ വന്നതോടെ CRPF സുരക്ഷ ഗവർണർക്ക് പിൻവലിച്ചതാണ്. പക്ഷെ നിലവിലെ സാഹചര്യം വെച്ച് ഇപ്പോഴത്തെ ഗവർണർക്കും CRPF സുരക്ഷ നൽകേണ്ടി വരുമോ, അത്തരത്തിലൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ശക്തമാവുന്നത്. നേരത്തെ ഗവർണർക്കെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായതോടെ അദ്ദേഹത്തിന് Z+ സുരക്ഷയ്ക്ക് CRPFനെ കൂടി ഉപയോഗിക്കണമെന്ന് കേന്ദ്രമാണ് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിർദ്ദേശിച്ചത്. ഇപ്പോഴത്തെ ഗവർണർക്കും അത്തരത്തിലൊരു സംരക്ഷണം നൽകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാകുന്നുണ്ട്. തീർച്ചയായിട്ടും CRPF എത്തുകയാണെങ്കിൽ ഈ സമരക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി CRPFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാലയിലേക്ക് SFI മാർച്ച് നടത്തിയിരുന്നു. ഇതിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് ചാടി ക്യാമ്പസിനുള്ളിൽ കടന്ന പ്രവർത്തകർ VCയുടെ ഓഫീസിനടുത്തെത്തി ചില്ലുവാതിൽ തകർക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസുമായി ഉണ്ടായ ഉന്തിനും തള്ളിനുമിടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് ജലപീരങ്കി ഉപയോഗിക്കണമെന്ന സാഹചര്യം വന്നത്. ഇതിനിടെ പ്രവർത്തകരിൽ ചിലർ പോലീസിനെ വെട്ടിച്ച് അകത്തേക്ക് ഓടിക്കയറുന്ന സാഹചര്യമുണ്ടായി. സർവകലാശാല കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ ഇടപെടലുകളിൽ നിന്ന് പിന്മാറുക, വൈസ് ചാൻസലറുടെ ഏകാധിപത്യ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമൊക്കെ ഈ പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന SFIയുടെ പ്രതിഷേധം പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ. ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി NAC അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് ഒരു മയിൽക്കുട്ടി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിന്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാന കാലത്ത് ഈ രാജ്യം ഉണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. 4-5 VCമാർ സംഘപരിവാരകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. KUHSന്റെ VCയാണ് താൽക്കാലിക VCയായി ഈ കേരളത്തെ കൊണ്ട് നിയമിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരിയെ വെക്കുന്നത്? ഒരു ചരിത്രത്തിലിടമില്ലാത്ത നിലയിൽ താൽക്കാലികക്കാരനായ ഒരു VCക്ക് താൽക്കാലികക്കാരിയായ ഒരു VCയെ കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്താണ് അവരിവിടെ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുക. വിദ്യാർത്ഥി വിഷയങ്ങൾ VCയുടെ മേശപ്പുറത്ത്
തുറന്ന അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കാം. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല. അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി, ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFIക്കാരെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VC-യും VC-യുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട VC-മാരെ, പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കുക. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള കമരക്കരുത്തല്ല ഈ കേരളത്തിന്റെ സമരക്കരുത്ത് എന്ന് പറയുന്നത്. ഇന്ന് അവരതറിയുക. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം. ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയും. ശിവപ്രസാദ്, സമരം ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണോ? ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ സമരം ഇന്നത്തെ സമരം നമ്മൾ ഈ നിലയിൽ മാർച്ച് എടുത്തു. നാളെ ഇപ്പൊ പണിമുടക്കാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സമരത്തിലാണ്. മറ്റന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുടർന്ന് മാർച്ച് SFI നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും. 1 ഇഞ്ച് SFI പുറകോട്ട് പോകില്ല. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ, ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണിപ്പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFIക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുന്നതിന് ഒരു സംശയം വേണ്ടതില്ല. VC എന്നത് ഈ രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് VC പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 VC-മാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ, നിങ്ങൾ ഇങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ? സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിലെ VC-മാർ മാറുക. എവിടേക്കാ പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്ന നല്ല ധാരണ ഇവർക്കൊക്കെ വേണം. 6 ഏക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കകത്തുകൊണ്ടുള്ള പണത്തിന് എടുത്തിട്ടല്ല ഇവമാർക്കാർക്കും ഒറ്റൊരെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതി പണത്തിന് കൊടുക്കുന്ന ശമ്പളമാണ്. RSSന് മുന്നിൽ മുട്ടിലാണ് ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത്. ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ ഒക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറെ നാൾ നടന്നതാ ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ. അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രി ആവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്.